ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നെക്സ്റ്റനിൽ നടന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ പറ്റി യാതൊന്നുമല്ല പറയുന്നത്. കാര്യം ആവശ്യത്തിനേറെ ഒരുപാട് പേര് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇനി ഞാനും കൂടെ പറഞ്ഞത് ഓവറാക്കുന്നില്ല. പക്ഷേ എനിക്കുണ്ടായ അനുഭവങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ അവസ്ഥ, അതായത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാനും നിങ്ങൾ പ്രത്യേകം, അതായത് ഈ ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകൾ മേടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ നെക്സ്റ്റനെ പറ്റി കുറ്റം പറയാൻ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പറ്റിയൊരു അനുഭവം. ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു ഷോപ്പിൽ നിന്ന് സാധനം മേടിച്ചിട്ട് എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായത്. പക്ഷേ എനിക്കതെല്ലാം ക്ലിയർ ചെയ്ത് കിട്ടിയിട്ടും ഞാൻ അതിന് ശേഷം ആ വീഡിയോ ഇട്ടായിരുന്നു. കാര്യം ആ ഒരു അവസ്ഥ ഇനി ആർക്കും വരാതിരിക്കാൻ വേണ്ടി. അന്നതാരും ശ്രദ്ധിച്ചില്ല, വളരെ കുറച്ച് പേരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു അനുഭവം ഉണ്ടായപ്പോഴത്തേക്കും സംഭവം കയറി വൈറലായി. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് നെക്സ്റ്റൻ ഗീക്ക് ബോക്സ് ആണ് അന്നത്തെ ഏറ്റവും ടോപ്പ് PC ഷോപ്പുകൾ. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ നെക്സ്റ്റനിൽ പോയി ഗീക്ക് ബോക്സിൽ പോയില്ല എന്നുള്ളത്. ഞാൻ ആദ്യം നെക്സ്റ്റനിലാണ് പോയത്. അപ്പോൾ അവിടെ പ്രസിഡന്റിനെ കണ്ടു. എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഒരു 40K PC ബിൽഡാണ് ഞാൻ ചെയ്യാൻ നോക്കിയത്. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പം കുറച്ച് നോളജും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ പാർട്സിൻ്റെ വിലയൊക്കെ ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടാണ് പോയത്. അതായത് എനിക്ക് വേണ്ട പാർട്സിൻ്റെ പ്രൈസ് ഞാൻ ഓൺലൈനിൽ നിന്നും കമ്പയർ ചെയ്തു. ബാക്കി അല്ലാതൊക്കെ ഒരുപാട് ഷോപ്പുകൾ കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. അപ്പോൾ ഞാൻ നെക്സ്റ്റനിൽ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കി. ഓക്കെയാണ്. ഇതേ സെയിം സാധനമായിട്ട് ഞാൻ ഗീക്ക് ബോക്സിൽ ചെന്നപ്പം ചെറിയ ഒരു പ്രൈസ് ഹൈക്ക് എനിക്ക് അവിടെ കണ്ടു. പക്ഷേ ഗീക്ക് ബോക്സിൽ ഞാൻ എൻക്വയറി ആയിട്ട് ചെന്നപ്പോൾ തന്നെ അവർ നല്ല രീതിക്ക് ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഏത് PC വേണം, എത്ര ബഡ്ജറ്റ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എല്ലാം അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നെക്സ്റ്റനിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. ബട്ട് സ്റ്റിൽ എന്താണ് അവിടെ പ്രൈസ് ഡിഫറൻസ് വന്നത്? അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കുറഞ്ഞ പ്രൈസിന് ഒരു PC എടുക്കാൻ നോക്കും, അല്ലെങ്കിൽ അഡീഷണൽ കോസ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ കോസ്റ്റ് വേറെ അങ്ങോട്ട് ഇടാനൊക്കെ നോക്കത്തുള്ളൂ. സോ ഞാൻ പാർട്സ് നോക്കിയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് സെയിം പ്രൈസ് തന്നെ നെക്സ്റ്റനിലും ഗീക്ക് ബോക്സ്. പക്ഷേ എന്തുകൊണ്ട് ഗീക്ക് ബോക്സിൽ പ്രൈസ് കൂടുതലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഞാനൊരു എമൗണ്ട് കണ്ടു, 2600 രൂപ. അതായത് അവരൊരു സർവീസ് കോസ്റ്റ്. അപ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു PC ബിൽഡ് ചെയ്തിട്ട് എന്തിനാണ് ഇത്രയും വലിയൊരു സർവീസ് കോസ്റ്റ് എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ അവർ 10 ഇയർ വാറണ്ടി തരുന്നു. അതായത് 10 ഇയർ സർവീസ് അവർ തരുന്നുണ്ട്. അതായത് നമ്മൾ എപ്പോൾ കൊണ്ടുവന്നാലും അവർ ഫ്രീ ആയിട്ട് ചെയ്തു തരും. അപ്പോൾ അതൊരു വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ അവരെപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കും, വളരെ കാര്യമായിട്ടൊക്കെ ആയിരുന്നു ഡീലിങ്. പക്ഷേ എനിക്ക് അവിടെ ഒട്ടും കംഫർട്ടബിൾ അല്ലാതെ തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടെ നിന്ന് PC പാർട്സ് മേടിച്ചുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്ത് ഞാൻ വാറണ്ടി തരത്തില്ല എന്ന് പറഞ്ഞു. ഈ ഒരു പ്രശ്നം നെക്സ്റ്റനിൽ അധികമായി കണ്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഇത്രയും 2500 വേറൊരു സാധനത്തിന് വേണ്ടി സേവ് ചെയ്യാം. അപ്പോൾ ഞാൻ ആഗ്രഹിച്ച പോലുള്ള കുറേ RGB ഐറ്റംസും നെക്സ്റ്റനിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ ബിൽഡ് ചെയ്തു. എനിക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ PC ബിൽഡ് ചെയ്യാൻ ചെന്നു. അവിടെ ചെന്ന് നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചു. അതൊരു വലിയ എമൗണ്ട് ആയിരുന്നു, ഏകദേശം 1 lakhന് മുകളിലായിരുന്നു. കാര്യം മോണിറ്റർ ഉൾപ്പെടെ ആയിരുന്നു. അന്നത്തെ ദിവസം ഞാനും മോണിറ്റർ മേടിക്കുന്നുണ്ടായിരുന്നു. ബെൻക്യൂടെ EX 2710S ആണ് അന്ന് ഇറങ്ങിയ ടൈമിലായിരുന്നു ആ ഒരു ബോണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു പീസ് ഉണ്ട്, ഒരു പീസ് വരാൻ ഡിലേ ആവുമെന്ന് പറഞ്ഞു. ഒരു പീസ് റെഡി സ്റ്റോക്ക് ഉണ്ടെന്നും പറഞ്ഞു. ഓക്കെ, അവന് PC ബിൽഡ് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ കുറേ നേരമൊക്കെ പൈസയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ശ്രമിച്ചു. നടന്നില്ല. കാർഡ് എന്തോ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ആയിട്ട് 6 മണിയായി. 6 മണിക്ക് ഒരു ഫുൾ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പുള്ളി പറയാണ്, അയ്യോ ഇന്നിഞ്ഞി പറ്റത്തില്ല, ഇന്നിഞ്ഞി എങ്ങനെയാണ് പറ്റുന്നത്, ഇന്നിഞ്ഞി PC ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ വേണ്ട, നമ്മൾ നാളെ രാവിലെ ഒന്ന് PC എടുത്തോളാം. നാളെ രാവിലെ അപ്പോൾ അവൻ്റെ മൈൻഡൊന്ന് ചേഞ്ച് ചെയ്തു. നമുക്കൊന്ന് PC വേണ്ട, നമുക്ക് ലാപ്പിലോട്ട് പോകാമെന്ന് അവൻ ചിന്തിച്ചു. ഓക്കെ, അവിടെ ചെന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് PC വേണ്ട, നമ്മൾ ലാപ്പ് കുറച്ചുകൂടെ കുറഞ്ഞ ലാപ്പാണ് എടുക്കുന്നത്. പുള്ളി പറഞ്ഞു, ഇല്ല ഞാൻ PC ബിൽഡ് ചെയ്ത് പോയി എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ നോക്കി വെച്ച ക്യാബിനറ്റ് അവിടെ തറയിരിക്കുന്നേ ഉള്ളൂ. അത് ഇതുവരെ അതിൻ്റെ ആ ഒരു കവർ പോലും ഓപ്പൺ ചെയ്തിട്ട്. പക്ഷേ നമുക്ക് മനസ്സിലായി പെട്ടു. കാര്യം ഫുൾ എമൗണ്ട് അവരെ കയ്യിലായി കഴിഞ്ഞു. ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, എന്നാൽ ആ ഒരു എമൗണ്ട്, സെയിം എമൗണ്ടിൽ തന്നെ ആ ഒരു മോണിറ്ററും PCയും ഉൾപ്പെടെ ഏകദേശം 1 lakh സംതിങ് വരും. ആ ഒരു സെയിം പ്രൈസ് തന്നെ അവനെ കൊണ്ട് പുള്ളി ഈ ലാപ്പ് ബെസ്റ്റാന്ന് പറഞ്ഞു. ആ ലാപ്പ് എടുത്തു. ഓക്കെ, ലാപ്പ് കുറച്ച് ദിവസത്തിനുള്ളിൽ വരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ കറണ്ട്ലി ഇല്ലെന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ വേണ്ട. അപ്പോൾ ഒരു മോണിറ്റർ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് റെഡി അല്ലേന്ന് ചോദിച്ചു. ഉണ്ട്, അതിപ്പോൾ തരാൻ പറ്റില്ലെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു ഇപ്പം ഇല്ല. പെട്ടെന്ന് പുള്ളി പറഞ്ഞു ഇപ്പം. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനും പെട്ടെന്ന്. ഓക്കെ, കുറച്ച് ദിവസം കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞാണ് നമുക്ക് ലാപ്ടോപ്പ് കിട്ടുന്നത്. അതിൻ്റെ കൂടുതൽ മോണിറ്ററും കിട്ടി. അപ്പോൾ അത് അവിടെ തീർന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ തീർന്നില്ല. കാരണം നമുക്ക് വാറണ്ടി രജിസ്റ്റർ ചെയ്യാനായിട്ട് അവരെ കയ്യിൽ നിന്ന് ഒരു കോഡ് അല്ലെങ്കിൽ ഒരു സീരിയൽ നമ്പർ വേണം. അത് കിട്ടാനായിട്ട് വീണ്ടും നമ്മളെ കുറേ നാളിട്ട് ഓടിപ്പിച്ചു. ഇവരെ ഷോപ്പിൽ വിളിച്ച് അവരെടുക്കത്തില്ലായിരുന്നു. അതൊക്കെ ഞാൻ ആ വീഡിയോ പറയുന്നുണ്ട്. പിന്നെ പുള്ളിയെ വിളിച്ചാൽ പുള്ളി എടുക്കും, പക്ഷേ പുള്ളി ഇങ്ങനെ നമ്മളെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടും പഠിച്ചില്ല. വീണ്ടും അവിടെ തന്നെ ചെന്നു. അപ്പോൾ വീണ്ടും അവിടെ ചെല്ലാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു കസിന് ഏസറിൻ്റെ ലാപ്ടോപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവൻ പുറത്തോട്ട് പഠിക്കാൻ പോയിരുന്നു. അപ്പോൾ ആ ലാപ്ടോപ്പ് നമ്മൾ ഒരുപാട് ഷോപ്പുകൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ടും ഇവിടെ ഒരുപാട് പ്രൈസ് വ്യത്യാസമുണ്ട്. അതായത് ഓൺലൈൻ പ്രൈസിനേക്കാളും പ്രൈസ് കുറവ്. ഓക്കെ, അപ്പോൾ പ്രൊഡക്റ്റ് ന്യൂ ആണ്, എന്തുകൊണ്ട് ഇവിടെ നിന്ന് മേടിച്ചുകൂടാൻ ചെയ്യും. അപ്പോൾ വാറണ്ടി നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്തോളാം എന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഈ ഒരു സീരിയൽ നമ്പർ കിട്ടിയില്ല എന്ന് വീണ്ടും മനസ്സിലാകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ലാപ്ടോപ്പ് മേടിച്ച് വീണ്ടും ഒരാഴ്ച നമ്മളിട്ട് ഓടിച്ച് ഈ സീരിയൽ നമ്പർ തന്നില്ല. അപ്പോൾ ഈ ഒരു ഇഷ്യൂസൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് ഇലക്ട്രോണിക് ഐറ്റംസ് മേടിച്ചാലും, ഒരു ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ഒരു PC ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നിങ്ങൾ മേടിച്ച ഉടനെ, അതായത് പൈസ കൊടുത്തോ, ഫുൾ എമൗണ്ട് നിങ്ങൾ കൊടുത്തോ, നാളെ വന്ന് എടുത്തോളാം എന്ന് ഒരിക്കലും പറയില്ല. എനിക്കിപ്പോൾ സാധനം കിട്ടണം എന്നേ പറയാം. ആ ഒരു സാധനം അപ്പം തന്നെ കൈ കിട്ടണം. അല്ലാതെ പൈസ അവരെ
ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ പൈസ ഫുൾ എമൗണ്ട് കൊടുത്തോ സാധനം സ്പോട്ടിൽ കിട്ടണം. അതല്ല എത്ര പരിചയമുള്ള ആളാണെന്ന് പറഞ്ഞാലും നാളെ വന്ന് എടുത്തോളാം എന്ന് ഒരിക്കലും പറയല്. ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരും. ബില്ലുണ്ട്, മറ്റതുണ്ട്, മറിച്ചുണ്ട്, തേങ്ങ ഉണ്ടെന്ന് ഒരു കാര്യമില്ല, പെട്ട്. അതൊന്നാമത്തെ കാര്യം. 2, നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ അവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാറണ്ടി അവർ തന്നെ രജിസ്റ്റർ ചെയ്ത് തരുമെന്ന് ശ്രദ്ധിക്കുക. അവർ തന്നെ രജിസ്റ്റർ ചെയ്ത് തരാണെങ്കിൽ അത്രയും നല്ല കാര്യമാണ്. കാര്യം നമ്മൾ പിന്നെ കിടന്ന് ഓടേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഇത് കണക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കോഡ് നമ്പർ അല്ലെങ്കിൽ ഈ ഒരു സീരിയൽ നമ്പർ കിട്ടിയാൽ ചിലപ്പോൾ നമുക്ക് ഓൺലൈനിൽ കയറി രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ മൈജി സ്റ്റോറിലായാലും അല്ലെങ്കിൽ ഏസറിൻ്റെ ഓൺ സ്റ്റോറിലായാലും അവർ സ്പോട്ടിൽ തന്നെ രജിസ്റ്റർ ചെയ്ത് തരും. കുറച്ച് എമൗണ്ട് അധികമായാലും അവർ ചെയ്തു തരും. അപ്പോൾ കുറച്ച് പൈസ ലാഭിക്കാൻ നോക്കുന്നത് പിന്നെ നമുക്ക് ഒരുപാട് പൈസ കയ്യിൽ നിന്ന് പോകും, പിന്നെ തലവേദനയാണ്. സോ അങ്ങനെ ആരും ട്രൈ ചെയ്യാതിരിക്കുക. മാക്സിമം അവിടെ തന്നെ വാറണ്ടി ചെയ്യാൻ നോക്കുക. 3ാമത്തെ കാര്യം, ഏതൊരു ഷോപ്പിൽ ചെല്ലുമ്പോഴും അവരുടെ സർവീസ് ബെസ്റ്റ് ആണോ എന്ന് നോക്കുക. സർവീസ് ബെസ്റ്റ് അല്ല, സാധനം മേടിച്ച് കഴിയുമ്പോഴത്തേക്കും അവരുടെ സ്വഭാവം മാറുകയാണെന്നുണ്ടെങ്കിൽ പെട്ടു. അപ്പോൾ അത് നമുക്ക് അന്വേഷിക്കാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ റിവ്യൂസ് നോക്കാം. അങ്ങനെ നമുക്ക് അങ്ങനെയുള്ള റിവ്യൂസ് അല്ലെങ്കിൽ അന്വേഷിച്ചിട്ട് മാത്രമേ സർവീസ് നല്ലതാണെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു ഷോപ്പിൽ ചെല്ലാവുള്ളൂ. ഇനിയിപ്പോൾ അവർ അഡീഷണൽ കോസ്റ്റ് പറഞ്ഞാലും സർവീസ് ബെസ്റ്റ് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഷോപ്പിൽ തന്നെ പോയി മേടിക്കുക. കുറച്ച് പൈസ അധികമായാലും കുഴപ്പമില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. പക്ഷേ ആ സമയം ഞാൻ PC ബിൽഡ് ചെയ്ത സമയത്തും ചെറിയൊരു തരികിട നടക്കാനുള്ള ചാൻസുകൾ ഉണ്ടായിരുന്നു. കാര്യം ആ ടൈമിൽ GPU വളരെ കുറവായിരുന്നു. കാര്യം മൈനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ട GPU എന്ന് പറഞ്ഞാൽ 1650 സൂപ്പറായിരുന്നു. അപ്പോൾ അത് അവിടെ മാത്രം ആ ടൈമിൽ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ വേറെ ഷോപ്പുകളിൽ നിന്നൊക്കെ മിക്കതും നല്ല റേറ്റായിരുന്നു. അപ്പം ഞാൻ അവിടെ നോക്കി വെച്ചിട്ട് ഞാൻ പോയി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അവിടെ നിന്ന് കോൾ വന്നു, ഈ 1650 ഇപ്പോൾ പേ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ ഇത് കിട്ടിയില്ലെന്ന് വരും. ഇപ്പം തന്നെ പേയ്മെൻറ്റ് നടത്തണമെന്ന് പറഞ്ഞു. നാളെ വന്ന് പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ PC എടുക്കാൻ വരുന്ന നാളെയാണ്. നാളെ എനിക്ക് ഫുൾ ഇതായിട്ട് ഞാൻ എടുക്കത്തുള്ളൂ. ഒരു പേ ചെയ്യാൻ എന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ ട്രിവാൻഡ്രത്ത് വേറൊരു ഷോപ്പിൽ നിന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ പേ ചെയ്യുന്നില്ല, എനിക്ക് അത് പോയാലും കുഴപ്പമില്ല. പിറ്റേന്ന് ഞാൻ അവിടെ വന്നപ്പോഴും ആ GPU അവിടെ തന്നെ ഇരിപ്പുണ്ട്, ആരും എടുത്തുകൊണ്ട് പോയിട്ടില്ല. സോ ഇതാണ് അവസ്ഥ. അപ്പം നമ്മൾ ഫുൾ ക്യാഷ് പേ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഒരു ക്യാഷ് കൊടുത്തിട്ട് പിറ്റേന്ന് സാധനം വന്ന് എടുക്കാം എന്ന് പറയരുത്. ക്യാഷ് കൊടുത്തോ സാധനം അപ്പം സ്പോട്ടിൽ എടുക്കുക, പിറ്റേന്ന് വന്ന് എടുക്കാമെന്ന് വിചാരിക്കരുത്. അതുപോലെ തന്നെ വാറണ്ടിയുടെ കാര്യവും പിന്നെ സർവീസിൻ്റെ കാര്യം ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, വാറണ്ടി എടുത്തു പോയി. ഇനിയിപ്പോൾ വാറണ്ടിക്ക് നമ്മൾ അവിടെ തന്നെ തിരിച്ച് കൊണ്ട് ചെല്ലണമെന്നില്ല. ലാപ്ടോപ്പ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ലെനോവോയുടെ ആണെങ്കിൽ ലെനോവോയുടെ സ്റ്റോറിൽ ഡയറക്റ്റ് കൊണ്ട് ചെല്ലാം, അല്ലെങ്കിൽ ഏസർ ആണെങ്കിൽ ഏസറിൻ്റെ സ്റ്റോറിൽ ഡയറക്റ്റ് കൊണ്ട് ചെല്ലാം. പക്ഷേ PC പാർട്സ് ആകുമ്പോൾ ഗിഗാബൈറ്റിൻ്റെ മദർ ബോർഡാണ്, അതുപോലെ തന്നെ റാം ക്രൂഷ്യൽ അല്ലെങ്കിൽ XPG ആണ്. ഇങ്ങനെ പല പാർട്സ് ആകുമ്പോൾ നമ്മൾ പല സ്ഥലത്തായിട്ട് ഓടേണ്ടി വരും. അപ്പോൾ PC ബിൽഡ് ചെയ്യുമ്പോൾ ആ ഷോപ്പിൽ നിന്ന് തന്നെ വാറണ്ടി കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അത് തന്നെയാണ്. അവരുടെ സർവീസ് നല്ലതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കുക. ലാപ്ടോപ്പിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു വലിയ വിഷയം വരത്തില്ല. എനിക്കറിയാം എന്തുമാത്രം പാടുപെട്ടാണ് ഒരു PCക്ക് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നത്. കാര്യം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഞാൻ ഏകദേശം 1 ഇയറോളം എടുത്തായിരുന്നു ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ട്. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പൈസ ഒപ്പിച്ചിട്ടാണ് ഞാൻ ആ ഒരു ടൈമിൽ PC ബിൽഡ് ചെയ്തെടുത്തത്. അപ്പോൾ എന്തുമാത്രം കഷ്ടപ്പെട്ടു. അതും വെറും ഒരു 60K ആയിരുന്നു. 60K വെറും എന്ന് പറയാൻ കാര്യം ഇപ്പോൾ ഒരുപാട് പേര് പൈസ കൊടുത്തിട്ടുള്ളത് 1 lakhന് മുകളിലുള്ള PC ബിൽഡാണ്. അപ്പോൾ ഇതുവരെ പൈസ നഷ്ടപ്പെട്ട എല്ലാവർക്കും പൈസ കിട്ടട്ടെ. സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ PC, ലാപ്ടോപ്പ്, മൊബൈലോ ഐപാഡോ എന്ത് ഇലക്ട്രോണിക് ഐറ്റം മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അടുത്ത വീഡിയോ കാണാം. അതുവരെത്തേക്കും